Alhamdulillah, nahmadullah wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. Ashhadu an la ilaha illallah wahdahu la sharika lahu وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس اتقوا الله عباد الله. أعوذ بالله السميع العليم من الشيطان الرجيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. صدق الله العظيم. لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ചവനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമേ വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. ദയാനിധിയായ നാഥൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ലോക മനുഷ്യാവകാശ ദിനമാണ്. പതിവ് പോലെ വാർത്താ സമ്മേളനങ്ങളും സെമിനാറുകളും സിംപോസിയങ്ങളും അവാർഡ് സമർപ്പണങ്ങളും ഒക്കെ ലോകവ്യാപകമായി നടക്കും. പിന്നെ എല്ലാവരും എല്ലാം മറക്കും. അതാണല്ലോ നമ്മുടെ നടപ്പ് ശീലം. മനുഷ്യാവകാശ ദിനത്തെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകൾ തന്നെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കും. ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്ക് അരുനിൽക്കുകയും കൂട്ടുനിൽക്കുകയും ചെയ്യും. മനുഷ്യന്റെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം പോലുള്ള മൗലികമായ പ്രാഥമികമായ ആവശ്യങ്ങളും അവകാശങ്ങളും, പിന്നെ മനുഷ്യൻ ജീവിതത്തിൽ പുലർത്തുന്ന വിശ്വാസം, അവന്റെ സമ്പത്ത്, അവന്റെ അന്തസ്സ്, അഭിമാനം, അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം, ഇതുപോലുള്ള സംഗതികൾ, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, ഇതൊക്കെ സംരക്ഷിക്കപ്പെടണം. ഇങ്ങനെ സംരക്ഷിക്കപ്പെടുന്ന ഒരു സമൂഹമേ ഒരു പ്രബുദ്ധ സമൂഹമാകും, ഒരാധുനിക സമൂഹമാകും. പക്ഷെ ദൗർഭാഗ്യവശാൽ നമുക്കറിയാം,
എല്ലാ നിലയ്ക്കും മേനി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ ഈ മൗലികമായ മനുഷ്യാവകാശങ്ങൾ വ്യാപകമായി ലംഘിക്കപ്പെടുകയാണ്, ധ്വംസിക്കപ്പെടുകയാണ്. ഇപ്പറഞ്ഞ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് പോകട്ടെ, അത് അനുബന്ധമാണ്. അതിനൊക്കെ മുന്നോടിയായി പറയേണ്ടതാണ് മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശം, ജനിക്കാനുള്ള അവകാശം. ഒരു മനുഷ്യനായി ഭൂമിയിലേക്ക് പിറന്നു വീഴാനുള്ള അവകാശം, പിറന്നു വീണ മനുഷ്യമക്കൾക്ക് ഭൂമുഖത്ത് പുലരാനുള്ള, മനുഷ്യനായി മരിക്കാനുള്ള അവകാശം. ഏറ്റവും പ്രാഥമികമായ ഈ അവകാശം പോലും വാസ്തവത്തിൽ ലംഘിക്കപ്പെടുകയല്ലേ, നിഷേധിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. പണ്ട് അറേബ്യൻ ജാഹിലിയത്ത് ജീവനുള്ള പെൺകുട്ടികളെ കുഴിച്ചുമൂടിയിരുന്നു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. പക്ഷേ അറേബ്യൻ ജാഹിലിയത്തും ജനിക്കാനുള്ള അവകാശം നൽകിയിരുന്നു. നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന കാലത്ത് ജനിക്കാൻ പോലുമുള്ള അവകാശം നിഷേധിക്കപ്പെടും. അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ കുട്ടി ആണോ പെണ്ണോ എന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ഹത്യ നടത്തുന്നു, ഭ്രൂണഹത്യ നടത്തുന്നു. ജീവനുള്ള ഭ്രൂണത്തെ കശാപ്പ് ചെയ്യുന്നു. ചില ഉപകരണങ്ങൾ, ആയുധങ്ങളിട്ട് കഷ്ണം കഷ്ണമാക്കി മുറിച്ച് ലിക്കറാക്കി ദ്രവരൂപത്തിൽ നമ്മൾ ജ്യൂസ് അടിക്കുന്ന പോലെ ഒരു ജീവനെ നമ്മൾ ഇല്ലാതാക്കും. വേദഗ്രന്ഥങ്ങളെല്ലാം ഉയർത്തിപ്പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട പവിത്രത ജീവന്റെ പവിത്രതയാണ്, മനുഷ്യജീവന്റെ മൂല്യമാണ്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖതല അന്നാസ ജമിഅ. അന്യായമായി ഒരു മനുഷ്യജീവൻ ഭൂമുഖത്ത് അപഹരിക്കപ്പെട്ടാൽ ആ അപഹർത്താവ് ലോകത്തെ മുഴുവൻ മനുഷ്യരെയും കശാപ്പ് ചെയ്തവനെ പോലെയാണ്. ഒരു ജീവൻ പൊലിഞ്ഞാൽ, അന്യായമായി ഒരു ജീവൻ പൊലിഞ്ഞാൽ 700 കോടി മനുഷ്യർ പോപ്പുലേഷൻ ലോകത്തുണ്ടെങ്കിൽ 700 കോടി മനുഷ്യരെ കൊന്നവനെ പോലെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമിഅ. ഒരാൾ ജീവൻ കൊടുത്താലോ, ജീവനുള്ള ഒരു മനുഷ്യനെ സംരക്ഷിച്ചാലോ, അവന് ജീവിതം പ്രദാനം നൽകിയാലോ, അവൻ ഈ ഭൂമുഖത്തെ മുഴുവൻ മനുഷ്യരാശിയെയും സംരക്ഷിച്ചവനെ പോലെ. ഇങ്ങനെ ഉയർത്തിപ്പറഞ്ഞ ജീവന്റെ മൂല്യം ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ, നിങ്ങൾക്കെല്ലാം അറിയാം. ജനിച്ച ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം, അന്തസ്സായിട്ടൊരു മനുഷ്യനായി ജീവിച്ച് മരിക്കാനുള്ള അവകാശം, അതാണല്ലോ ഏറ്റവും വലിയ, ഏറ്റവും ഒന്നാമതായി എണ്ണേണ്ട മനുഷ്യാവകാശം. ഇവിടെ നേരത്തെ പറഞ്ഞ മനുഷ്യാവകാശങ്ങളെല്ലാം സംരക്ഷിക്കേണ്ടതാരാണോ ആ സംരക്ഷിക്കേണ്ടവർ തന്നെയാണ് അതിനെ നശിപ്പിച്ചും നിഷേധിച്ചും കൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റിനാണ് സംരക്ഷണ ഉത്തരവാദിത്വം. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, റെസ്പോൺസിബിലിറ്റി ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം ലൈസ് വിത്ത് ദി സ്റ്റേറ്റ് എന്നാണ് പറയുക. സ്റ്റേറ്റിനുള്ളതാണ്. രാജ്യത്തെ ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യതയുള്ളത് ആ രാജ്യത്തിനാകുന്നു, സ്റ്റേറ്റിനാകുന്നു, ഭരണകൂടത്തിനാകുന്നു. ഇങ്ങനെ മനുഷ്യന്റെ ജീവനും അവന്റെ സ്വത്തും അവന്റെ അഭിമാനവും അവന്റെ അന്തസ്സും അവന്റെ അഭിപ്രായ സ്വാതന്ത്ര്യവും അവന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും സംരക്ഷിക്കേണ്ട ഭരണകൂടങ്ങൾ അവർ തന്നെയല്ലേ ഈ പറഞ്ഞ ഏറ്റവും പ്രാഥമികമായ മനുഷ്യാവകാശത്തെ പോലും ചവിട്ടിമെതിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ ദിവസത്തിലെങ്കിലും നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതില്ലേ? ഭരണകൂടങ്ങൾ ഇക്കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ? മനുഷ്യരുടെ ജീവനും അവർക്ക് അന്തസ്സായി വളരാനുള്ള അവകാശത്തെയും സംബന്ധിച്ച് ഭരണകൂടങ്ങൾ വെച്ചു പുലർത്തുന്ന കാഴ്ചപ്പാടുകൾ എന്താണ്?
ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യനെ മോചിപ്പിക്കാൻ എന്ന് മുദ്രാവാക്യം വിളിച്ച് രംഗത്ത് വന്ന ഭൗതിക ദർശനങ്ങൾ, ആ ഭൗതിക ദർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ഗവൺമെന്റുകൾ, ഭരണകൂടങ്ങൾ, അവരാണ് ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യ സമൂഹത്തെ ഏറ്റവും കൂടുതൽ കശാപ്പ് ചെയ്തത് എന്ന് ഇന്നെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ ഇന്നലെ വായിച്ച ഒരു മാസികയിൽ, ഒരു മാഗസിനിൽ, പ്രസിദ്ധീകരണത്തിൽ ഇപ്പറഞ്ഞ ഭരണകൂടങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ നടത്തിയ മനുഷ്യക്കശാപ്പിന്റെ ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം അത് ശരിയാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വളരെ ഉത്തരവാദപ്പെട്ട ആളുകൾ പഠിച്ച് ഗവേഷണം ചെയ്ത് പ്രസിദ്ധീകരിച്ച ഒരു കണക്ക്. ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ ഒരു പ്രത്യയശാസ്ത്രം കമ്മ്യൂണിസമായിരുന്നു. വിമോചന കൊടുങ്കാറ്റായിരുന്നു കമ്മ്യൂണിസം. പിന്നെ ക്യാപിറ്റലിസം, ഹിറ്റ്ലർ പോലുള്ള ആളുകൾ മുന്നോട്ട് വെച്ച ഫാഷിസം. ആധുനിക കാലഘട്ടത്തിൽ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ഭരണകൂടങ്ങൾ മനുഷ്യരെ കശാപ്പ് ചെയ്തതിന്റെ, കൂട്ടക്കൊല നടത്തിയതിന്റെ കണക്ക്. സോവിയറ്റ് യൂണിയൻ 6,19,11,000 മനുഷ്യരെ കൊന്നൊടുക്കി എന്നാണ് അതിൽ പറയുന്നത്. സോവിയറ്റ് റഷ്യ കമ്മ്യൂണിസത്തിന്റെ പട്ടികയിൽ. കമ്മ്യൂണിസ്റ്റ് ചൈന 3,52,36,000 മനുഷ്യരെ കശാപ്പ് ചെയ്ത സ്റ്റേറ്റാണ്. കമ്മ്യൂണിസത്തിന്റെ തന്നെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ യൂറോപ്പിൽ കമ്മ്യൂണിസ്റ്റ് ചേരിക്ക് നേതൃത്വം നൽകിയ, അല്ലെങ്കിൽ എല്ലാ കാലഘട്ടത്തിലെയും ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് വാഴ്ത്തപ്പെടുന്നവരുടെ പട്ടികയിലുള്ള മാർഷൽ ടിറ്റോവിന്റെ നാട് യുഗോസ്ലാവിയ 10,72,000 ആളുകളെ ക്രൂരമായി കശാപ്പ് ചെയ്തിട്ടുണ്ട്. ഹിറ്റ്ലറുടെ നാസി ജർമ്മനി 2,09,46,000 മനുഷ്യരെ. നിങ്ങൾ ആലോചിക്കണം, ലോകത്ത് മനുഷ്യരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി വന്ന ദർശനങ്ങളാണ്. മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യവും ദുരിതങ്ങളും അവസാനിപ്പിച്ച് എല്ലാവരും ഒന്നായി പുലരുന്ന ഒരു ലോകത്തിനു വേണ്ടി മുദ്രാവാക്യം മുഴക്കി ലോകത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുവന്ന പ്രത്യയശാസ്ത്രങ്ങളുടെ കണക്ക്. മനുഷ്യരെ കൊന്നൊടുക്കി. ഏറ്റവും പ്രാഥമികമായ മനുഷ്യാവകാശമായി ജനിക്കാനും ജീവിക്കാനും, ജനിച്ച മനുഷ്യന് ജീവിക്കാനുമുള്ള അവകാശം, ആ അവകാശത്തിനോടുള്ള സമീപനം. ക്യാപിറ്റലിസം നമുക്കറിയാം. അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന പടിഞ്ഞാറ് ലോകത്തുണ്ടാക്കിയ ഭീകര മഹായുദ്ധങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ആ ഭീകര മഹായുദ്ധങ്ങളിൽ 2 യുദ്ധങ്ങളിലൂടെ 580 ലക്ഷം മനുഷ്യരാണ് കുരുതി കൊടുക്കപ്പെട്ടത്. 580 ലക്ഷം മനുഷ്യർ. കഴിഞ്ഞ 5 നൂറ്റാണ്ടിനുള്ളിൽ മുതലാളിത്തത്തെ ലോകത്ത് സ്ഥാപിക്കാൻ വേണ്ടി കോളനി വാഴ്ചക്കാരായ, അധിനിവേശക്കാരായ മുതലാളിത്ത ശക്തികൾ ലോകത്ത് നടത്തിയ പേർവാഴ്ചയുടെ ഫലമായി മരിച്ചു വീണത് 1000 ലക്ഷം മനുഷ്യരാണ് എന്ന് പറയും. സങ്കല്പിച്ചു നോക്കൂ, 1000 ലക്ഷം മനുഷ്യർ മുതലാളിത്തം സ്ഥാപിക്കാൻ വേണ്ടി. സാധുക്കളായ മനുഷ്യരെ ഓരോ രാജ്യത്തും പ്രദേശത്തും കടന്നുകയറി കൊന്നൊടുക്കിയ മുതലാളിത്തം. 1000 ലക്ഷം മനുഷ്യരെ. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഒരു മനുഷ്യനെ കൊന്നാൽ അത് ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരെയും കൊന്ന പോലെ എന്ന് ഖുർആൻ. 1000 ലക്ഷം മനുഷ്യർ. ചോരക്കറയാണ്. ഇവരുടെ പിന്തുടർച്ചകളായി ഇന്ന് നിലനിൽക്കുന്ന ഭരണകൂടങ്ങൾ, ഭരണാധികാരികൾ, അത് ഒബാമയായാലും മറ്റാരായാലും, ഇവരുടെയൊക്കെ കൈകളിൽ മനുഷ്യരെ കൊന്ന ചോരക്കറയുണ്ട്, രക്തക്കറയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ത്യ മഹാരാജ്യത്ത് എത്രയോ വർഗീയ കലാപങ്ങൾ നടന്നു വിഭജനാനന്തരം. 10,000-കണക്കിന് കലാപങ്ങൾ. ഈ അടുത്ത് വായിച്ച ഒരു ലേഖനത്തിലുള്ളത് 33,000 മനുഷ്യർ മരണപ്പെട്ടു എന്നാണ്. 1,00,000-ഓളം മനുഷ്യർ. അടുത്ത കാലത്താണല്ലോ ഗുജറാത്ത് വംശീയ ഉന്മൂലനമുണ്ടായത്. 1000-കണക്കിന് മനുഷ്യജീവനുകൾ പൊലിയും. ഞാൻ സൂചിപ്പിക്കുന്നത്, മനുഷ്യാവകാശ ദിനത്തിൽ വലിയ ഗീർവാണ പ്രസംഗങ്ങളുണ്ടാവും, വാർത്താസമ്മേളനങ്ങളുണ്ടാകും, പുരസ്കാര സമർപ്പണങ്ങളുണ്ടാകും, വലിയ വലിയ ബുദ്ധിജീവികളുടെ ഇന്റർവ്യൂ ഉണ്ടാവും.
ഈ മനുഷ്യാവകാശ ദിനത്തിലെങ്കിലും യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് 14 നൂറ്റാണ്ട് മുമ്പ് മഹാനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഹജ്ജത്തുൽ വിദായിൽ അവസാനത്തെ പ്രസംഗത്തിൽ, വിടവാങ്ങൽ പ്രസംഗത്തിൽ പ്രവാചകൻ പറഞ്ഞതും പിന്നീട് ലോകം മുഴുവൻ ഏറ്റുപറഞ്ഞതുമായ മനുഷ്യാവകാശങ്ങളുണ്ടല്ലോ, ആ പ്രാഥമികമായ മനുഷ്യാവകാശങ്ങൾ പുലരുന്ന ഒരു പുതിയ ലോകത്തിന് വേണ്ടി ദൃഢപ്രതിജ്ഞ എടുക്കുവാനുള്ള സന്ദർഭമായി ഇതിനെ പരിഗണിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശേഷിച്ചും വിശ്വാസി സമാജത്തിന് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. 2 കാര്യങ്ങൾ മാത്രം അതുമായി ബന്ധപ്പെട്ട് പറയുകയാണ്. എന്താണ് ഇതിനൊക്കെയുള്ള പരിഹാരം എന്ന് ചോദിച്ചാൽ, ഒന്നാമതായി മനുഷ്യൻ എന്ന സങ്കല്പത്തെ ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. മനുഷ്യൻ എന്ന സങ്കല്പം, ആ സങ്കല്പമാണ് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എത്ര മനോഹരമായ ഒരു വാക്കാണ്, മനുഷ്യൻ എത്ര മഹോന്നതനായ ഒരു സൃഷ്ടിയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നത് അല്ലാഹുവിന്റെ ഏറ്റവും മനോഹരമായ സൃഷ്ടി മനുഷ്യനാണെന്നാ. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. സൂപ്പർലേറ്റീവാണ് അഹ്സൻ, ഏറ്റവും നല്ല ഘടനയോടുകൂടി പടക്കപ്പെട്ട ജീവിയാകുന്നു മനുഷ്യൻ. വലഖദ് കറംനാ ബനി ആദം, വിശുദ്ധ ഖുർആൻ പറയുന്നു ആദം സന്താനങ്ങളെ മുഴുവൻ നാം ആദരിച്ചു. റബ്ബാണ് പറയുന്നത്, നാം ആദരിച്ചു എല്ലാ മനുഷ്യരെയും. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും അവരെ നാം സഞ്ചരിപ്പിക്കുന്നു. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, വിശിഷ്ടമായ വിഭവങ്ങൾ അവന് നൽകുന്നു. വഫല്ലൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ലീല, നാം സൃഷ്ടിച്ച മറ്റ് പല സൃഷ്ടിജാലങ്ങളെക്കാളും മനുഷ്യന് നാം മഹത്വം നൽകി, ശ്രേഷ്ഠത നൽകി. വലഖദ് കറംനാ ബനി ആദം, ആദം സന്താനങ്ങളെ നാം ആദരിച്ചു. അവിടെ മതത്തിന്റെ മതിൽക്കെട്ടില്ല, വംശവ്യത്യാസങ്ങളില്ല, ജാതി വിവേചനങ്ങളില്ല, എല്ലാവരും, ദേശവ്യത്യാസങ്ങളില്ല, എല്ലാ മനുഷ്യരെയും നാം ആദരിച്ചു എന്ന് റബ്ബ് പറയുകയാണ്. ഇങ്ങനെ ആദരണീയനായ സൃഷ്ടിയായ മനുഷ്യൻ, ഈ മനുഷ്യൻ എന്ന നിലക്കുള്ള ഒരു ഇഹ്തിറാം, മനുഷ്യൻ എന്ന നിലക്കുള്ള ഒരു പരിഗണന, ഒരാദരം എല്ലാവർക്കും നൽകാൻ കഴിയുന്ന ഒരു സംസ്കാരം, മനുഷ്യൻ എന്ന സങ്കല്പത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് വളരുവാനും ഉയരുവാനും ലോകത്തിന് സാധിക്കണം. അതാണല്ലോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. തന്റെ മുമ്പിലൂടെ ഒരു ജൂതന്റെ ശവമഞ്ചം കടന്നു പോകുമ്പോൾ പ്രവാചകൻ ആദരപൂർവ്വം എഴുന്നേറ്റു. അന്യമതത്തിൻ്റെതല്ലേ എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യന്റേതല്ലേ എന്ന് പ്രവാചകന്റെ പ്രതികരണം. ഈ മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ ലോകത്തിന് സാധിക്കേണ്ടതുണ്ട്. മനുഷ്യനാണോ അവരെല്ലാം കൂടപ്പിറപ്പുകളാണ് എന്ന ഒരു മാനവികതയിലേക്ക് വളരുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരാനന്തരം പോലും പറഞ്ഞിരുന്നല്ലോ ആ പ്രതിജ്ഞ. മനുഷ്യാവകാശ ദിനത്തിൽ ഡിസംബർ 10 മാത്രമല്ല, ഓരോ നമസ്കാര ശേഷവും അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം എന്ന് പറയുന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹി പറയുന്നു, അല്ലാഹുമ്മ റബ്ബനാ വ റബ്ബ കുല്ലി ശൈ, പടച്ചവനെ, ഇന്നമാ അന ശഹീദുൻ അന്നൽ ഇബാദ കുല്ലുഹും ഇഖ്വ, എല്ലാ മനുഷ്യരും സഹോദരങ്ങളാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എല്ലാ മനുഷ്യരും സഹോദരങ്ങളാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഈ മനുഷ്യനെന്ന സങ്കല്പം ഉയർത്തിപ്പിടിക്കുവാൻ ഇണങ്ങാനുള്ള ഒരു പ്രകൃതം നമ്മൾ വളർത്തിയെടുക്കണം. സമരസപ്പെടാനും സൗഹൃദത്തിലാവാനുമുള്ള, സഹവർത്തിത്വത്തിലാകാനുള്ള, സൗഹൃദത്തിലാകാനുള്ള ഒരു സംസ്കാരം വളർത്തിയെടുക്കണം. ഇൻസാനിയത്തിന്, ഇൻസാൻ എന്നാണല്ലോ ഇസ്ലാമിന്റെ ഭാഷയിൽ മനുഷ്യന് പറയാം. ഇൻസാൻ എന്ന അറബി വാക്ക് വന്നിട്ടുള്ളത് അനിസയിൽ നിന്നാണ്. അനിസ എന്ന് പറഞ്ഞാൽ ഇണങ്ങി എന്നർത്ഥം, സഹവർത്തനത്തിലായി. ഇൻസാൻ എന്ന് പറഞ്ഞാൽ ഇണങ്ങാൻ കഴിവുള്ള, സൗഹൃദത്തിന് കഴിയുന്ന, കൂട്ടുജീവിതത്തിന് സാധിക്കുന്ന ഒരു പ്രകൃതത്തിലുള്ളവനാണ് മനുഷ്യൻ.
ഇന്ന് ആ ഇൻസാനിയത്താണ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഇൻസാനിയത്തിനെ, മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. ഏത് വർഗക്കാരനും ഏത് മതക്കാരനുമാവട്ടെ, കണ്ടുമുട്ടിയാലെന്നൊരു മുഖത്തൊരു പ്രസാദം വരുത്താൻ സാധിക്കണം. അത് വലിയ ബാധ്യതയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. ഫീ തുൽഖിൽ വജ്ഹി സ്വദഖ. ഒരു സാധുവിന് 10 റുപ്യ എടുത്തു കൊടുക്കുന്ന മാത്രമല്ല സ്വദഖ. സഹോദരനായ നിന്റെ മനുഷ്യ സഹജീവിയെ കാണുമ്പോൾ നിന്റെ മുഖത്തൊരു പ്രസാദമുണ്ടാകണം, ഒരു തെളിച്ചം വരണം അയാളെ കണ്ടുമുട്ടിയതിൽ. അത് സ്വദഖയാണ്, ധർമ്മമാണ് എന്ന് പഠിപ്പിച്ച അള്ളാഹുവിന്റെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഇമാം തിർമിദി രേഖപ്പെടുത്തിയിട്ടുണ്ട്, പ്രവാചകന്റെ സ്വഭാവ വിശേഷങ്ങൾ അദ്ദേഹം ക്രോഡീകരിച്ചപ്പോൾ അതിൽ പ്രവാചകന്റെ ശീലങ്ങളെയും ശൈലികളെയും സംബന്ധിച്ച് പറയും. ഒരു മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അയാൾക്ക് മുഖം കൊടുത്തു അല്ലാഹുവിന്റെ റസൂൽ. അയാൾക്ക് മുഖം കൊടുക്കുക. ആരോടാണോ നിങ്ങൾ സംസാരിക്കുന്നത് അയാൾക്ക് മുഖം കൊടുക്കുക, അയാളെ ശ്രദ്ധിക്കുക, അയാളെ പരിഗണിക്കുക, അയാൾ പറയുന്നത് സശ്രദ്ധം കേൾക്കുക. ഇതായിരുന്നു പ്രവാചകന്റെ രീതി. ഒരുപക്ഷെ സമൂഹത്തിൽ ഏറ്റവും ദുഷ്ടനായ ഒരാളോടായിരിക്കും റസൂലുള്ളാഹി സംസാരിക്കുന്നത്. അപ്പോഴും പ്രവാചകൻ അദ്ദേഹത്തിന് മാത്രമായി മുഖം കൊടുത്തു. ഇമാം തിർമിദി രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, ഖൈറുൽ ഖൗം അയാളാണ് എന്ന് അയാൾക്ക് തോന്നുന്ന രീതിയിൽ വേണമെങ്കിൽ റസൂൽ മുഖം കൊടുക്കും. ഖൈറുൽ ഖൗം വെച്ച സമൂഹത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ. നബിയോട് സംസാരിക്കുന്ന ഒരാൾക്ക് ഞാൻ ഈ സമൂഹത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ, ആ നല്ല മനുഷ്യനുള്ള പരിഗണന, കൺസിഡറേഷൻ, അത് പ്രവാചകനിൽ നിന്ന് ലഭിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നുമാറുള്ള പരിഗണന ലഭിച്ചിരുന്നു. അങ്ങനെയാണ് നബി ഒരു മനുഷ്യനെ ട്രീറ്റ് ചെയ്യുന്നത്, ഒരു മനുഷ്യനെ കൈകാര്യം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ വിശദീകരിക്കേണ്ടല്ലോ നമ്മുടെ അവസ്ഥ, ഞാൻ എന്നോട് തന്നെയാണ് പറയുന്നത്. ഒരാളൊന്ന് സലാം ചൊല്ലിയ അലൈക്കും അസ്സലാം എന്ന് വളരെ സന്തോഷത്തോടുകൂടി സമാധാനത്തിന്റെ ആശംസയാണല്ലോ. സമാധാനം ഇല്ലാണ്ട് നമ്മൾ വളരെ ചെല്ലുന്നതും മടക്കുന്നതും. സമാധാനത്തോടുകൂടി വഅലൈക്കും അസ്സലാം, താങ്കൾക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം, ശാന്തി, സമാധാനം ഉണ്ടാകട്ടെ എന്ന് വ്യക്തമായ രീതിയിൽ സ്ഫുടമായിട്ടൊന്ന് സലാമടക്കാൻ പോലും സാധ്യമല്ലാത്ത രീതിയിൽ നമ്മൾ എന്തിന്റെയൊക്കെയോ ബേജാറിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് കൊടുക്കാൻ നമുക്ക് സമയമില്ല. സമയത്തിന്റെ കാര്യത്തിൽ ഏറ്റവും വലിയ ജാട കാണിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. ഞാൻ ആത്മവിമർശനം നടത്തുകയാണ്. നമ്മൾ വല്ലാതെ സമയം തിരക്കോട് തിരക്കായി നമ്മൾ പറയാ, തീരെ സമയമില്ല, എനിക്കിപ്പോ ഒരു 5 മിനിറ്റ്. അപ്പോ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ സമയത്തിനുള്ള വിലയാണ്, മറ്റേയാളുടെ സമയത്തിനുള്ള വിലയല്ല. എന്റെ സമയത്തിന് സ്വർണത്തിന്റെ വിലയുണ്ട്, പക്ഷെ നിങ്ങളുടെ സമയത്തിന് ചെമ്പിന്റെ വില പോലും ഇല്ല. അതാണ് എന്റെ കാഴ്ചപ്പാട്. ഇങ്ങനെയാണ് ഓരോ മനുഷ്യനും. അല്ലാഹുവിന്റെ റസൂൽ ഒരു മനുഷ്യന് സമയം കൊടുത്തു, മുഖം കൊടുത്തു. അവരുടെ പരിദേവനങ്ങളും അവരുടെ സംസാരങ്ങളും ശ്രദ്ധിക്കാൻ പ്രവാചകൻ അവർക്ക് മുഖം കൊടുത്തു എന്ന് ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ഞാൻ സൂചിപ്പിക്കുന്നത് അത്തരം ഒരുപാട് പോരായ്മകളുണ്ട് വിശ്വാസികളായ നമുക്ക്. ഇതൊക്കെ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സങ്കടക്കാരനായ ഒരു മനുഷ്യൻ നമ്മളോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ചുരുങ്ങിയ പക്ഷം അയാൾക്ക് ഒന്നും വേറെ നിലക്ക് കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല. ശരി, അയാൾ പറയുന്ന സങ്കടങ്ങളൊന്ന് കേട്ടുകൊടുക്കാമല്ലോ, അയാളോടൊരു സമാധാനത്തിന്റെ ആശ്വാസത്തിന്റെ ഒരു വാക്ക് പറയാമല്ലോ, അദ്ദേഹത്തിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കാമല്ലോ. വളരെ ഗൗരവത്തിൽ നമ്മൾ ആത്മപരിശോധന നടത്തേണ്ട വിഷയമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, സ്വന്തം അവകാശങ്ങളെക്കുറിച്ച് നമുക്ക് ബോധമുള്ളതോടൊപ്പം അവരന്റെ അവകാശങ്ങളെക്കുറിച്ച് കൂടിയുള്ള ബോധം, അവരന്റെ അവകാശങ്ങൾക്കുള്ള പരിഗണന, ആ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാനുള്ള വിശാലതയും സന്നദ്ധതയും, നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളതോടൊപ്പം നമ്മുടെ ചുമതലകളെക്കുറിച്ചുമുള്ള നമ്മുടെ ബോധ്യം, ഇത് ഉയർത്തിപ്പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇവിടെയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. മാതാപിതാക്കളും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശ ബാധ്യതകളുണ്ട്. മാതാപിതാക്കളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ മക്കൾ സന്നദ്ധരല്ല.
മക്കളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ മാതാപിതാക്കൾ സന്നദ്ധരല്ല. അപ്പോഴാണ് കുടുംബം ഒരു കലഹത്തിന്റെ കേന്ദ്രമായി മാറുന്നത്. ഭാര്യാഭർത്താക്കന്മാർ, ഇണകൾ, ദമ്പതികൾ, ഭർത്താവിനോട് ചില അവകാശങ്ങൾ അത് വകവെച്ചു കൊടുക്കാൻ ഭാര്യ സന്നദ്ധയാകണം. അവൾക്കുണ്ട് ചില അവകാശങ്ങൾ, ഖുർആൻ അത് എടുത്തു പറഞ്ഞു, അവൾക്കുണ്ട് ചില അവകാശങ്ങൾ, അത് വകവെച്ചു കൊടുക്കുവാൻ പുരുഷൻ സന്നദ്ധമാകണം. നമ്മുടെ വീട്ടിൽ നമുക്ക് ഈ മനുഷ്യാവകാശങ്ങൾ, ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ ഇങ്ങനെ പ്രസംഗിക്കാം. സ്വന്തം വീട്ടിൽ ആ പെണ്ണിന് അവകാശം വകവെച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു പുരുഷന് പിന്നെ എന്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണ് അയാൾക്ക്? പന്തലിൽ പോയിട്ട് പ്രസംഗിക്കാൻ പറ്റും, സെമിനാറിൽ പോയിട്ട് പ്രബന്ധം അവതരിപ്പിക്കാൻ പറ്റും. സ്വന്തം വീട്ടിലെ പെണ്ണിന് അവരുടെ അവകാശം വകവെച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു പുരുഷൻ, സ്വന്തം മക്കൾക്ക് അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ കഴിയാത്ത മാതാപിതാക്കൾ, അധ്യാപകരും കുട്ടികളും. അധ്യാപകനുണ്ട് ചില അവകാശങ്ങൾ, അത് കുട്ടികൾ വകവെച്ചു കൊടുക്കണം. അതേസമയം കുട്ടികൾക്കുമുണ്ട് ചില അവകാശങ്ങൾ, അത് അധ്യാപകൻ വകവെച്ചു കൊടുക്കുമ്പോഴേ വിദ്യാലയം, വിദ്യാഭ്യാസം എന്നത് അർത്ഥപൂർണമായ, സമാധാനപൂർണമായ ഒരു പ്രക്രിയയാകും. നേതൃത്വത്തിനുണ്ട് അവകാശങ്ങൾ, അനുയായികൾക്കുമുണ്ട് അവകാശങ്ങൾ. നേതാവാണ്, നേതാവിനുള്ള അവകാശം അനുയായി വകവെച്ചു കൊടുക്കണം. അനുയായികൾക്കുണ്ട് ചില അവകാശങ്ങൾ, അത് വകവെച്ചു കൊടുക്കുവാൻ നേതൃത്വത്തിന് സാധിക്കണം. എന്തോ ഒരു വിഷയത്തിൽ ഒരു ചോദ്യം ഒരു അനുയായിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ സഹിക്കാൻ കഴിയുന്നില്ലല്ലോ നമ്മുടെ നേതൃത്വങ്ങൾക്ക്. അത് മതസംഘടനകളായാലും രാഷ്ട്രീയ നേതൃത്വങ്ങളായാലും ചോദ്യം ചോദിച്ചവൻ ആരാകും? വിമതനാകും, റിബലാകും, നിഷേധിയാകും. അധ്യാപകനോട് ചോദ്യം ചോദിച്ച വിദ്യാർത്ഥി കുരുത്തംകെട്ട വിദ്യാർത്ഥിയാവും. ദർസിൽ ഉസ്താദിനോട് ചോദ്യം ചോദിക്കാൻ പാടില്ല, അത് കുരുത്തക്കേടായിട്ടാണ് പറയാം. ഞാൻ സൂചിപ്പിക്കുന്നത് അവകാശങ്ങളും ബാധ്യതകളും പരസ്പരം വകവെച്ചു കൊടുക്കാൻ കഴിയണം. അവരെന്റെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്നതിനെ സംബന്ധിച്ച് സ്വന്തം ചുമതലകളെക്കുറിച്ച് നാളെ ചോദ്യം ചെയ്യപ്പെടും, മസ്ഊലായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരൊറ്റ ആയത്ത് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന് ഏതാനും ദിവസം മുമ്പ്, ചില മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് ദിവസം മുമ്പല്ല, ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പടച്ചവൻ പ്രവാചകൻ അവതരിപ്പിച്ചു കൊടുത്ത ഒരുപക്ഷെ വിശുദ്ധ ഖുർആനിൽ അവസാനമായി അവതീർണമായ സൂക്തം സൂറത്തുൽ ബഖറയിൽ 281 വചനം, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. മനുഷ്യാവകാശങ്ങൾ ഇവിടെ സ്ഥാപിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമെങ്കിൽ, അവകാശ ബാധ്യതകളെ പരസ്പരം അറിഞ്ഞ് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പുതിയ ലോകം പുലരണമെങ്കിൽ ഈ ദൈവിക ബോധനത്തിന് നമ്മൾ കാതുകൊടുക്കണം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ആ ദിവസമാണ് എല്ലാവരും അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ദിവസം. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്. പിന്നെ ഓരോരുത്തരും എന്താണോ ചെയ്തത്, എന്താണോ ഇവിടെ സമ്പാദിച്ചു വെച്ചത്, അതിന്റെ പൂർണ്ണമായ പ്രതിഫലം കണക്ക് തീർക്കപ്പെടുന്ന ഒരു ദിനം വരാനിരിക്കുന്നു. ആ ദിനത്തെ സൂക്ഷിക്കണം. വഹും ലാ യുദ്ലമൂൻ. അവിടെ ഒരു തരിമ്പും അനീതിക്ക് ആരും ഇരയാവുകയില്ല. സമ്പൂർണ്ണ നീതി നടപ്പിലാകുന്ന ആ ഒരു ദിനം, ആ ദിനത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് അവിടെ ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധത്തോടുകൂടി അവരന്റെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കാൻ വിശാലത കാണിക്കുക. സ്വന്തം ചുമതലകൾ ഉയർത്തിപ്പിടിക്കാൻ ശ്രദ്ധിക്കുക. സ്വന്തം ചുമതലകൾ ശരിയായി നിർവഹിക്കുമ്പോൾ തനിക്കുള്ള അവകാശങ്ങൾ വരും എന്ന ഉത്തമബോധ്യത്തോടുകൂടി സ്വന്തം ഡ്യൂട്ടികൾ നിർവഹിക്കാൻ ഓരോരുത്തരും സന്നദ്ധരാവണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹാനായ ശിഷ്യൻ സൽമാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ ഒരു വാചകം കൂടി ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ സൽമാൻ ഒരിക്കൽ അബൂദർദാഇന്റെ ആത്മസുഹൃത്തായ അബൂദർദാഇന്റെ വീട്ടിലെത്തി. അബൂദർദാ വളരെ സാത്വികനായ മനുഷ്യനാണ്. ഒരുപാട് നേരം രാത്രികാലങ്ങളിൽ നിന്ന് നമസ്കരിക്കുന്ന ആരാധകനായ മനുഷ്യനാണ്. പ്രവാചകന്റെ വചനങ്ങളെ മനനം ചെയ്യുന്ന മഹാദാർശനികനാണ്. അങ്ങേയറ്റത്തെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന സഹാബിമാരിലെ ഏറ്റവും വലിയ മുത്തഖീങ്ങളിൽ ഒരാളാണ്. ആ സൽമാന്റെ അബൂദർദാഇന്റെ വീട്ടിൽ ആത്മസുഹൃത്തായ സൽമാൻ ചെന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയെ കണ്ടുമുട്ടി. ഭാര്യയാകട്ടെ വളരെ
പ്രയാസം പിടിച്ച ഒരു മുഖഭാവത്തോടുകൂടി, അലസമായ വസ്ത്രധാരണത്തോടുകൂടി, അതിലൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളെപ്പോലെ തന്റെ സുഹൃത്തിന്റെ ഭാര്യയെ കണ്ടു. സൽമാൻ ചോദിച്ചു, സഹോദരി എന്തു പറ്റി? അപ്പോൾ അബൂ ദർദാഇനെ കുറിച്ച് ഭാര്യ സൽമാനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യത്തിന്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ അദ്ദേഹം വലിയ പണ്ഡിതനാണ്, വലിയ സൂക്ഷ്മതയുള്ള പ്രവാചക ശിഷ്യനാണ്. പക്ഷെ ഇതെല്ലാം ആയിരിക്കുമ്പോൾ തന്നെ സ്വന്തം ഭാര്യയോടുള്ള ബാധ്യതകൾ, ആ കാര്യത്തിലൊന്നും അദ്ദേഹത്തിന് വേണ്ടത്ര ശ്രദ്ധയില്ല. ഇത് കേട്ടപ്പോൾ മഹാനായ സൽമാൻ റളിയല്ലാഹു തആല അൻഹു അബൂ ദർദാഇനെ അവിടെ വെച്ച് വസിയത്ത് ചെയ്യുകയാണ്. അതാണല്ലോ വിശ്വാസികളുടെ ബാധ്യത. ഒരു സംഗതി ബോധ്യപ്പെട്ടാൽ അതിനെ സംബന്ധിച്ച് വസിയത്ത് ചെയ്യുക. വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. സൽമാൻ, താങ്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഗുരുതരമായ ഒരു പോരായ്മ തന്നെയാണത് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തും. റസൂലിന്റെ മുമ്പിൽ അബൂ ദർദാ അതിനെ സംബന്ധിച്ച് പരാതി പറഞ്ഞു. പക്ഷെ പ്രവാചകൻ അത് കേട്ടപ്പോൾ പറഞ്ഞത് സ്വദഖ സൽമാൻ എന്നാണ്. സ്വദഖ സൽമാൻ. സൽമാൻ പറഞ്ഞതാ ശരി. മഹാനായ സൽമാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇന്ന ലിറബ്ബിക അലൈക ഹഖ്ഖൻ വലിനഫ്സിക അലൈക ഹഖ്ഖൻ വലിസൗജിക അലൈക ഹഖ്ഖൻ ഫഅതി കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖഹു എന്ന്. മനുഷ്യാവകാശങ്ങൾ പുലരാനുള്ള ഏറ്റവും നല്ല മാർഗം സൽമാന്റെ ഈ ഉപദേശത്തിലേക്ക് ലോകം മടങ്ങലാണ്. സൽമാൻ റളിയല്ലാഹു തആല എന്ന് പറയുക, ഇന്ന ലിറബ്ബിക അലൈക ഹഖ്ഖൻ, നിന്റെ മേൽ നിന്റെ രക്ഷിതാവിന് ചില അവകാശങ്ങളുണ്ട്. രക്ഷിതാവായ പടച്ചവൻ അവകാശമുണ്ട്, അത് വകവെച്ചു കൊടുക്കാൻ നീ സന്നദ്ധമാകണം. വഇന്ന ലിനഫ്സിക അലൈക ഹഖ്ഖൻ, നിന്റെ ശരീരത്തിനുണ്ട് അവകാശം. ശരീരത്തോടുള്ള ബാധ്യതകൾ, സ്വന്തം ശരീരത്തോട് കാരുണ്യം കാണിക്കാത്ത ഒരാൾക്ക് മറ്റൊരാൾ കരുണ അർഹിക്കുന്നു എന്ന് മനസ്സിലാവില്ല. വഇന്ന ലിനഫ്സിക അലൈക ഹഖ്ഖൻ, സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുന്ന ഒരു മനുഷ്യൻ, ആത്മപീഡനം നടത്തുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് മറ്റുള്ളവരുടെ പട്ടിണി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. സൽമാൻ പറഞ്ഞു, നിന്റെ ശരീരത്തോടുള്ള ബാധ്യത നീ നിർവഹിക്കണം. വഇന്ന ലിസൗജിക അലൈക ഹഖ്ഖൻ, നിന്റെ ജീവിതം പങ്കിടുന്ന നിന്റെ ഇണയോട് നിനക്ക് ബാധ്യതയുണ്ട്. അവൾക്കുള്ള അവകാശം വകവെച്ചു കൊടുക്കാൻ കഴിയണം. അത് ദീനിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ഫഅതി കുല്ലദി ഹഖ്ഖിൻ ഹഖ്ഖഹു. അതുകൊണ്ട് ഓരോരുത്തരുടെയും അവകാശങ്ങൾ വകവെച്ചു കൊടുത്തുകൊണ്ട് അവരോടുള്ള ചുമതലകൾ നിർവഹിച്ചുകൊണ്ട് വേണം സത്യവിശ്വാസിയായി മുന്നോട്ടു പോകാനെന്ന് സൽമാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഇതാണ് ലോകത്ത് മനുഷ്യാവകാശങ്ങൾ, മനുഷ്യന്റെ അന്തസ്സും അഭിമാനവും അവന്റെ ജീവനും സമ്പത്തുമൊക്കെ സംരക്ഷിക്കപ്പെടുന്ന ഒരു പുതിയ ലോകം പണിയാനുള്ള, രൂപപ്പെടുത്തിയെടുക്കാനുള്ള മാർഗം ഇതാണ്. പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്ന വഴിവെളിച്ചം റബ്ബ് സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.